ലോകത്ത് വിവിധ രാജ്യങ്ങൾ സംഘർഷത്തിൽ ഏർപ്പെടുകയും സംഘർഷം രൂക്ഷമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതുകൊണ്ട് നേട്ടമുണ്ടാക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ആയുധങ്ങൾ വിറ്റിട്ടാണ് സാമ്പത്തികമുണ്ടാക്കിയെങ്കിൽ ഇന്ത്യക്ക് ആയുധങ്ങൾ വിറ്റിട്ടല്ല, ഉപഗ്രഹങ്ങൾ വിറ്റിട്ടാണ് ഇപ്പോൾ കൂടുതൽ സമ്പന്നരാകാൻ കഴിയുക എന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ പരസ്പരം ഓരോ രാജ്യങ്ങളെയും വാച്ച് ചെയ്യുന്നതിനായി ഉപഗ്രഹങ്ങളുടെ ആവശ്യം കൂടിക്കൂടി വരുന്നു. ഇവിടെയാണ് ചെലവ് കുറഞ്ഞ ഇന്ത്യൻ ഉപഗ്രഹങ്ങൾക്ക് ഡിമാൻഡ് ഏറി വരുന്നത്. ഓസ്ട്രേലിയ, നോർവേ, ഹംഗറി, പോളണ്ട്, പശ്ചിമേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഇന്ത്യൻ ഉപഗ്രഹ നിർമ്മാണ കമ്പനികൾക്ക് കോടികളുടെ കരാറാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ അദാനി ഡിഫൻസും എയ്റോസ്പേസും അടക്കമുള്ള കമ്പനികളുമായി സഹകരിക്കാൻ മറ്റ് വിദേശ രാജ്യങ്ങളുടെ കമ്പനികളും തയ്യാറായി മുൻപോട്ട് വന്നിട്ടുണ്ട്. നിലവിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഉപഗ്രഹം വാങ്ങുന്നതിനേക്കാൾ കുറച്ചുകൂടി ക്വാളിറ്റിയുള്ളതും പണക്കുറവുള്ളതുമാണ് ഇന്ത്യൻ കമ്പനികളെ ആശ്രയിക്കാൻ വിവിധ രാജ്യങ്ങളെ ഇപ്പോൾ പ്രാപ്തരാക്കുന്നത്. കാരണം ഈ ഇപ്പോഴുള്ള യുദ്ധം ആകാശത്താണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആകാശത്ത് തന്നെയുള്ള നിരീക്ഷണമാണ് എല്ലാ രാജ്യങ്ങളും പ്രത്യേക ഊന്നൽ കൊടുക്കുന്നത്. പശ്ചിമേഷ്യ അടക്കം എന്ന് പറയുമ്പോൾ സൗദി അടക്കമുള്ളവയാണ് ഈ ഓർഡറുകൾ നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ ബഹിരാകാശ കമ്പനികൾക്ക് ഇതുകൊണ്ട് ഒരു വലിയ നേട്ടം തന്നെയാണ് വരുന്നത്. ആയുധമല്ല, പകരം ഉപഗ്രഹങ്ങളാണ് ഇവർക്കൊക്കെ വലിയ നേട്ടം സമ്പാദിക്കുന്നത്. നമുക്കറിയാം, സിന്ദൂർ സമയത്ത് നമ്മളുടെ സൈന്യത്തിന് ഏറെ സഹായകരമായത് നമ്മളുടെ ഉപഗ്രഹങ്ങൾ തന്നെയായിരുന്നു. ശത്രുവിൻ്റെ ഈ ഓരോ നീക്കങ്ങളും അടുത്ത് അറിയുന്നതിന് ഈ ഉപഗ്രഹങ്ങൾ വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുമുണ്ട്. ഇതും കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയുടെ ഉപഗ്രഹങ്ങൾ വാങ്ങാൻ രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.